ഹായ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബെന്യാമിൻ്റെ ഒരു കൃതിയെക്കുറിച്ചാണ്. ഞാൻ ഒരു 1 മന്ത് മുന്നെയാണ് ഈ കൃതി വായിച്ചു തീർത്തത്. ദാറ്റ് ഈസ് ബെന്യാമിൻ്റെ ഇരട്ട മുഖമുള്ള നഗരം. ഓക്കെ, ബെന്യാമിൻ പത്തനംതിട്ട ജില്ലയിലെ കുളനട സ്വദേശിയാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ബഹ്റൈനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആടുജീവിതം എന്ന ഒറ്റ കൃതിയിലൂടെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ കൃതി ഇപ്പോൾ സിനിമയായിട്ട് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് സാർ. അദ്ദേഹത്തിന് മറ്റു പല കൃതികളും ഉണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആടുജീവിതമാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. പിന്നീട് ഇരട്ടമുഖമുള്ള നഗരം, ബാക്കിയുള്ള കൃതികൾ ഞാൻ വായിച്ചിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കൃത്രിമമായിട്ട് വിഭജിക്കപ്പെട്ട ഒരു പ്രദേശമാണ് കറാച്ചി, പാകിസ്ഥാനിലെ കറാച്ചി. അപ്പോൾ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ അത് പറയുന്ന സമയത്ത് തന്നെ ഒരു ഭീതിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് പോവുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ആ ഒരു പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണ് 5 ദിവസത്തെ ഒരു സാഹിത്യോത്സവത്തിന് പങ്കെടുക്കാൻ. ആ 5 ദിവസം ഈ സാഹിത്യോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ പോവുകയും ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന, അദ്ദേഹത്തിന് പുറപ്പെടുന്നത് മുതൽ മടക്കയാത്ര വരെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ചില അനുഭവങ്ങളും അദ്ദേഹം പരിചയപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഒരു നഗരത്തെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഇരട്ടമുഖമുള്ള നഗരം. ഓക്കെ, ഒരു 32-31ഓളം അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മളുടെ മുൻധാരണകളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ്. ആ നഗരത്തിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളെയും മാറ്റിയിട്ടുണ്ട് ഈ പുസ്തകത്തിലൂടെ. നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്ന ഒരു മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും ഒന്നും ആ തീവ്രവാദത്തെ ആ രാജ്യത്ത് ആ പ്രദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ സാഹിത്യോത്സവ വേദിയിൽ, അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തര വേദിയിൽ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടത് മനസമാധാനപരമായിട്ടുള്ള ജീവിതമാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ്, അതാണ് ഏറ്റവും നല്ല സ്വർഗം എന്നാണ് അവർ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നുള്ളത് അവിടുത്തുകാരിൽ പലർക്കും ഇന്ത്യ എന്നുള്ളത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു രത്നമാണ്. ഒരു അയൽക്കാരൻ്റെ അസൂയയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയായിട്ടുള്ള അവരുടെ റിലേഷനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവിടെ നിന്നും അവിടേക്ക് കുടിയേറി പാർത്തവരാണ് ആ പ്രദേശത്തുള്ളവരെല്ലാവരും തന്നെ. അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും അറിവില്ല. സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിയില്ല. ഈ സ്മാർട്ട് ഫോണ് നമ്മളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് അവരുടെ നഗരത്തിനൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. എപ്പോൾ വേണമെങ്കിലും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താവുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു തരത്തിലും അവർക്ക് സുരക്ഷ എന്നുള്ള കാര്യമില്ല. അനിശ്ചിതത്വത്തിലൂടെ ജീവിക്കുന്ന കുറച്ചധികം ജനങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ അവിടേക്ക് കുടിയേറി പാർത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാടാണത്. അവരുടെ സ്വന്തം നാടായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ അവരിപ്പോഴും പ്രവാസികളാണ്. സ്വന്തം നാട്ടിൽ പ്രവാസികളായിട്ട് ജീവിക്കേണ്ടി വരുന്നത് വളരെയധികം വിഷമം നിറഞ്ഞതാണ്. അത് ജീവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വൈക്കം മുഹമ്മദ് ബഷീറിന് അവിടെയുള്ള ഒരു ആരാധകരെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ആ സമയത്താണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അവിടെയുള്ളവർ ചോദിച്ച സമയത്താണ്, നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ഒത്തിരി പുതിയ അറിവുകളാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എഴുത്തുകാരെക്കുറിച്ച്, അദ്ദേഹം പരിചയപ്പെട്ട എഴുത്തുകാരെക്കുറിച്ച്, സാമൂഹ്യ പ്രവർത്തകരെക്കുറിച്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടുത്തെ ചില പ്രദേശങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇതിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് അറിയാത്ത ഒരു നഗരത്തെ കുഞ്ഞു കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങളായിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത നഗരത്തെ നമ്മളുടെ മുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിച്ച് വെച്ച ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ഇരട്ടമുഖമുള്ള നഗരം. ഇതുപോലുള്ള കൃതികൾ നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ ജീവിത രീതികളും മാത്രം കണ്ടുകൊണ്ട് ശീലിച്ച നമുക്ക് നമ്മളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ, ഒരു സമാധാനം ഇല്ലാത്ത ജീവിതം ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് അറിയണം. നമ്മളുടെ സ്വന്തം രാജ്യത്തെ വാല്യുബിളായിട്ട് കാണുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ്. നമ്മളുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോലും ജീവിക്കുന്ന ആളുകളുടെ അനിശ്ചിതത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. സോ ഈ ബുക്ക് നിങ്ങൾ വായിക്കണം. ഇത് നല്ലൊരു റീഡിംഗ് ആയിരിക്കും. സോ ഹാപ്പി റീഡിംഗ്. താങ്ക് യു. ബൈ.